ഉല്ലാസ് ബാബു, ഇപ്പോ കോൺഗ്രസിനോടുള്ള വൈമുഖ്യം അവർ ചില കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ചു എന്നുള്ളതാണ് NSS ഇന്ന് വ്യക്തമാക്കുന്നത്. BJPയുടെ വൈമുഖ്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലടക്കം നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ്. അതായത് ശബരിമല പ്രക്ഷോഭകാലത്ത് നിങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു NSS. അതൊരു പൊതു ശരീരമായി കാണുകയാണെങ്കിൽ, പൊതു പ്രതിഷേധ ശരീരമായി കാണുകയാണെങ്കിൽ അതിൽ ഒരു വശത്ത് അണിനിരന്നവരാണ് നിങ്ങളെല്ലാവരും. NSSും സംഘപരിവാർ സംഘടനകളും BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെല്ലാം അവിടെ അണിനിരന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ് NSS. അതായത് സർക്കാരിന് വിശ്വാസമാണ് ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ. ദേശീയ മാധ്യമങ്ങളിലടക്കം കൊടുത്ത ഇന്റർവ്യൂവിൽ കൃത്യമായി G. സുകുമാരൻ നായർ അടക്കം പറയുന്നുണ്ട്, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവിടെ ആചാര ലംഘനത്തിന് അനുസൃതമായ ഒന്നിനും നിൽക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വിശ്വാസമില്ല, കാരണം നിങ്ങൾ അന്ന് കൊടുത്ത വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അന്ന് അതൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിനും സുവർണാവസരത്തിനും വേണ്ടി മാത്രമുള്ള കള്ളക്കളിയായിരുന്നു എന്ന് NSS തിരിച്ചറിഞ്ഞു എന്നാണോ? അല്ലേ മാധു, നമ്മൾ ഇപ്പോൾ മാധു കുറച്ച് ദിവസമായിട്ട് മാതൃഭൂമിയും ഒക്കെ ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ അതിൽ മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ തോന്നുന്നുണ്ട്, ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, BJP ഒരു ഞെട്ടലോടെ കാണുന്നു, BJP പരുങ്ങലായി, അങ്ങനെ എന്തോ ഒരു വേർഡ് കണ്ടു. ഇവിടെ BJPക്ക് ഒരു ഞെട്ടലുമില്ല, പരുങ്ങലുമില്ല, ഒരു ഭയവുമില്ല. അത് ഇന്നലെയില്ല, നാളെയില്ല, ഇന്നുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ, ഇതിനകത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ ഒരു നിലപാട് പറയുന്ന സമയത്ത് അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ BJPയും ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ നിരീക്ഷിക്കുമെന്നുള്ളത് കാര്യം കറക്റ്റാണ്. പക്ഷെ ആ നിരീക്ഷണം അത് എനിക്ക് അനുകൂലമായില്ല എങ്കിൽ അത് പരിപൂർണമായിട്ട് അത് പ്രയാസമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് വളരെ അത് തെറ്റായൊരു കാരണമാണ്. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. NSSനെ സംബന്ധിച്ചും SNDPയെ സംബന്ധിച്ചും ഈ കേരളത്തിലുള്ള പുലയ മഹാസഭയായിക്കോട്ടെ, വിശ്വകർമ്മ സഭയായിക്കോട്ടെ, സാമ്പവ സമൂഹമായിക്കോട്ടെ, കുടുംബി സമൂഹമായിക്കോട്ടെ, എഴുത്തച്ഛൻ സമാജമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ആ എല്ലാ പിന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, മുന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, മറ്റേതൊക്കെ ജാതി സംഘടനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും ഒരു തീരുമാനം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അവരുടെ ഒരു തീരുമാനം നിലപാടുകൾ പറയുന്ന സമയത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് അവർ പറയുന്ന നിലപാട് അവർക്ക് ശരിയാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ശരി. അവരുടെ ശരിയും ഞങ്ങളുടെ ശരിയും ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരികളുണ്ട്. പക്ഷെ അവർക്ക് ഞങ്ങളുടെ പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് NSSന്റെ നിലപാട് സ്വതന്ത്രമായ നിലപാട് NSS പറയുന്നു, SNDP പറയുന്നു, മറ്റെല്ലാ സംവിധാനങ്ങളും അത് പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. രാഷ്ട്രീയ പാർട്ടി അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ വോട്ട് പെർസെൻറ്റേജിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവരും പിന്തുണ തന്നിട്ടല്ലല്ലോ. മധുവിന് അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതേപോലെയുള്ള നിലപാടുകൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ടാവും, നിലപാടുകൾ എടുത്തോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം അവർ പറയുന്നതിൽ ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല. ഞങ്ങൾക്കതിൽ ഭയവുമില്ല, ഞങ്ങൾക്ക് അതിനകത്തൊരു ടെൻഷനും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വികസിത കേരളം എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പമായി മുന്നോട്ട് പോകും. പിന്നെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. GSTയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെക്കുറിച്ച് നിരവധി തവണ BJPയുടെ പ്രതിനിധികളടക്കം മാതൃഭൂമി ന്യൂസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം. അത് വലിയൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. നിങ്ങൾ അതിന് ചർച്ച ചെയ്യാൻ നിങ്ങൾ നേരമില്ല. 600ഓളം സീറ്റ് മെഡിക്കൽ മേഖലയിൽ അനുവദിച്ചത് കേരള സർക്കാർ എടുത്ത് വെറും 100 സീറ്റാണ്. ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്തു. എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അത് പ്രയാസം ഉണ്ടാക്കിയെന്ന് അറിയുമോ? നിങ്ങളത് ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ കേരളത്തിനകത്ത് ഇതൊക്കെ പറയുന്ന സമയത്ത് 24 മണിക്കൂർ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം മുങ്ങിപ്പോയി. മാതൃഭൂമി ന്യൂസാണ് ഞാൻ ലൈവായിട്ട് കണ്ടത്. ആ റിപ്പോർട്ടർ പോയി അനുഭവിച്ച വേദന അത് കേരളത്തിലാണ് നടക്കുന്നത്. റോഡില്ലാതെ, തോടില്ലാതെ, പാലമില്ലാതെ, വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ, ഇനിയിപ്പോൾ അതൊന്നും മഴ പെയ്താൽ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ, എത്ര പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഒരു നിലപാട് ഒരു സ്വതന്ത്ര ഒരു സമുദായ സംഘടന പറഞ്ഞ സമയത്ത് ആ നിലപാടിൽ BJP വിറച്ചോ, BJP തകർന്നോ, BJP ഞെട്ടിയോ, BJP വറയ്ക്കാനും പോകുന്നില്ല, ഞെട്ടാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. നിലപാട് പറയാൻ മാതൃഭൂമി ന്യൂസിലാണെങ്കിൽ രാവിലെ മുതൽ ഈ പറയുന്ന വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ
ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ പ്രതികരണം അടക്കം കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഉല്ലാസ് ബാബു, ഇത് നോക്കൂ, ഇതിപ്പോ CPM ഈ വിഷയം ആവശ്യത്തിന് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നൊരു നിലപാടെടുത്താണ് CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധി ഈ ചർച്ചയിലേക്ക് വരാത്തത്. BJP-ക്കും ഈ വിഷയം നിങ്ങൾ ആവശ്യത്തിന് ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്കില്ല എന്ന നിലപാടെടുക്കാം. നമ്മൾ ഈ വിഷയവും ഈ ചർച്ചയുടെ സമയവും ഒക്കെ കൃത്യമായി ഈ അതിഥികളെ നൽകുന്ന സംവിധാനത്തിന് അറിയിച്ചതിന് ശേഷമാണ് അങ്ങേ വളരെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. അപ്പൊ അങ്ങ് ആ വിഷയം ചർച്ച ചെയ്തില്ലോ എന്ന് കൊതിക്കറി പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഈ വിഷയം ചർച്ച ചെയ്യാനല്ലേ ഞാൻ അങ്ങേ വിളിച്ചത്. അല്ല, ഞാൻ മാധുരി കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിനും കൂടി പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്ന് ഈ ചർച്ചയിൽ വന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് സ്വാഭാവികമായിട്ടും അഭിപ്രായം പറയാമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ മാധു, NSSന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് മാധു ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണം. ഒരു കാര്യം ഒന്നും പറഞ്ഞോട്ടെ മാധു, എനിക്ക് കുറച്ച് കേൾക്കുന്നതിൽ സൗണ്ട് കുറവാണ്, അതുകൊണ്ടാണ് ഇടയിൽ കയറുമ്പോൾ ഞാൻ മനസ്സിലാക്കാത്തത്. അതായത് NSSന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അതിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കാണാൻ നല്ല രസമാണ്. കാരണം എന്താ അറിയോ, പെരുന്നയിലെ പോപ്പെന്ന് വിളിച്ച് ഇതേ NSSനെ കളിയാക്കിയത് ആരാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി എന്ന് ഈ NSSനോട് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വേഷം കെട്ടൊന്നും വേണ്ട, നിങ്ങൾ കയ്യിൽ ദാർഷ്ട്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞവരാണ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അതും ഇതും അവരുടെ നമുക്ക് ഈ വായ കൊള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത്, അതൊക്കെ എടുത്ത് ദൂരെ കൊട്ടയിലേക്ക് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ സാമുദായിക സംവിധാനത്തിലൂടെ വന്ന് അതാണ് ശരിയെന്ന് വിശ്വാസ സമൂഹത്തെ അംഗീകരിച്ച് അവർ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ, നല്ലത്. ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ച് പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയൊക്കെ ഇടതുപക്ഷം വന്നുവെങ്കിൽ അതിനെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. അത് ജനങ്ങളെ എങ്ങനെ എനിക്കൊരു കാര്യം വളരെ ഡയറക്റ്റായാണ് ചോദിക്കാനുണ്ടായിരുന്നത്, അങ്ങ് തൊട്ടില്ല.